നമസ്കാരം. കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. enterkrishi.com നടത്തുന്ന സെമിനാറാണ് ഇത്. ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങളെ ഇടനിലക്കാർ ഇല്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള പ്ലാറ്റ്ഫോമാണ് എന്റർകൃഷി. സെമിനാർ ഇന്നത്തെ വിഷയം അടുത്തറിയാം മണ്ണ് പരിപാലനം. സെമിനാർ നയിക്കുന്നത് വിജീഷ് വിശ്വംഭരൻ സർ, ടെക്നിക്കൽ ഓഫീസർ, അഗ്രോ ബയോടെക് റിസർച്ച് സെന്റർ. ആപ്ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൈവ ജീവാണു വളങ്ങളുടെ മേഖലയിലെ ആദ്യത്തെ സ്ഥാപനമാണിത്. 93 സ്ഥാപിതമായതാണ്. MG യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് സെന്റർ കൂടിയാണ്. വിജയ് സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം സാർ. അപ്പോൾ അതുപോലെ സെമിനാറിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമസ്കാരം. നമ്മളിന്ന് മണ്ണിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ക്ലാസ് എപ്പോഴെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കേട്ടിട്ടുള്ളവരുണ്ടാകാം ഈ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ഇതൊരു ആവർത്തന വിരസതയായിട്ട് തോന്നിയേക്കാം. എങ്കിൽ പോലും ഒരുപക്ഷെ പുതിയ എന്തെങ്കിലും അറിവ് കൂടി കിട്ടിയേക്കാം. ആ ഒരു അർത്ഥത്തിൽ കാണുക. സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് വിജീഷ് വിശ്വംഭരൻ. ഞാൻ അഗ്രോ ബയോടെക് റിസർച്ച് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ടെക്നിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കെല്ലാം അറിയാം, അഗ്രോ ബയോടെക് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബയോ ഇൻപുട്സ് രംഗത്തെ ആദ്യത്തെ സ്ഥാപനമാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രമായിട്ട് കൂടി പ്രവർത്തിക്കുന്നു. അവിടെ മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി എന്നീ 2 വിഷയങ്ങളിൽ PhD പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാബ് സംവിധാനം പ്രവർത്തിക്കുന്നു, മണ്ണ് പരിശോധനാ സംവിധാനം പ്രവർത്തിക്കുന്നു, വെള്ളത്തിൻ്റെ പരിശോധന, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ R&D റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും, പല ആർട്ടിക്കിളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഉള്ള പല ആർട്ടിക്കിളും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. www.aptech.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മണ്ണിനെ പറ്റിയാണ്. നമുക്ക് മണ്ണൊരു അത്ഭുത വസ്തുവാണ് അല്ലേ. നമുക്ക് മണ്ണില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. മണ്ണിന് ഒട്ടനവധി ചരിത്രങ്ങള് അല്ലെങ്കിൽ ഒട്ടനവധി സയൻസ് പരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി തരാനായിട്ടുണ്ട്. മണ്ണ് ദീർഘകാലത്തെ പ്രകൃതിയുടെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു അമൂല്യ വസ്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ അമൂല്യ വസ്തു എന്ന് പറയുമ്പോൾ വിലമതിക്കാനാവാത്തത് എന്നുള്ള അർത്ഥം തന്നെയാണ്. നമുക്ക് ഈ മണ്ണ് ഒരു കാരണവശാലും ഒരർത്ഥത്തിലും ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും ആവശ്യവും അത്യന്താപേക്ഷിതവുമായ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു അമൂല്യ വസ്തുവാണ് നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത്. ആ മണ്ണാണ് നമ്മുടെ എല്ലാ അന്നദാതാവായിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ നമുക്ക് മണ്ണിനെ പറ്റി പഠിക്കണം. ഈ ഒരു ക്ലാസ്സിൽ ഇതുപോലെ 10 ക്ലാസ് വെച്ചാലോ മണ്ണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. കാര്യം ആ മേഖലയിൽ പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇനിയും ഏറെ അറിയാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കേവലം ഒരു ക്ലാസ് കൊണ്ടോ 10 ക്ലാസ് കൊണ്ടോ നമുക്ക് പൂർണ്ണ അർത്ഥത്തില് മണ്ണിന്റെ സാധ്യതകളെ പറ്റി, മണ്ണിന്റെ സിറ്റുവേഷനെ പറ്റി, നമ്മുടെ കൃഷിയുമായിട്ട് എങ്ങനെ അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിനെ പറ്റി മനസ്സിലാക്കാൻ വളരെ വളരെ പ്രയാസകരമാണ്. എങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൃഷിയുമായി വേണ്ടപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ചും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കിന്ന് നോക്കിപ്പോകാം. അപ്പൊ നമ്മുടെ കൃഷിയിടത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ
നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ മുന്നോട്ടുള്ള എല്ലാ പോക്കിനെയും സഹായിക്കുന്ന നമ്മുടെ കൃഷിയിടം. ആ കൃഷിയിടം എങ്ങനെയാണ് ഉൾപ്പെട്ടു വന്നത്? അവിടുത്തെ മണ്ണ് വിവിധ ജൈവ സമ്പത്തുകളുടെ ഒരു ഉറവിടമാണ് മണ്ണ്. ഇന്ന് കാണുന്ന പല ജൈവ വൈവിധ്യങ്ങളുടെയും ഉറവിടമാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത്. ആ മണ്ണിന് ഈ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള പലതും പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞു, ഈ മണ്ണും കോടാനുകോടി വർഷത്തെ പ്രകൃതിയുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട ഒരു ഉൽപ്പന്നമാണെന്ന് പറയുന്നത്. ഇത് ഈ പ്രകൃതി ശക്തികളുണ്ട് അല്ലെ, കാറ്റ്, മഴ, മഞ്ഞ്, ചൂട്, ഇങ്ങനെ പോകുന്ന പലതരത്തിലുള്ള പ്രകൃതി ശക്തികള് പ്രകൃതിയുടേതായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ മണ്ണെന്ന് പറയുന്നത്. ഈ മണ്ണ് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാല്, അല്ലെ ഒരു ഓറഞ്ച് എടുത്തു കഴിഞ്ഞാല്, ആ ഓറഞ്ചിന്റെ തൊലി നമ്മളിങ്ങനെ പൊളിച്ചു മാറ്റും അല്ലെ. പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ആ പൊളിച്ചു മാറ്റുന്ന ആ തൊലിയുടെ കനം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ. എന്ന് വെച്ചാൽ നമ്മുടേതെന്ന് പറഞ്ഞാൽ എന്റെയോ നിങ്ങളുടേതോ മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ആവശ്യമായിട്ടുള്ള മണ്ണിന്റെ അളവ്. ഒരു ഭൂമിയായിട്ട് തന്നെ നമുക്ക് ആ ഓറഞ്ചിനെ ആപ്പിളിനെ സങ്കല്പിച്ചാൽ അതിന്റെ പുറമേയുള്ള ഒരു പുറം തൊലി അത്രയും കനമേ ഉള്ളൂ നമ്മുടെ മണ്ണിന്റെ സിറ്റുവേഷൻ. ഈ ഭൂമിയിൽ ആ മണ്ണാണ് ഇത്രയും ആൾക്കാർക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത്രയും ചിന്തിച്ചാൽ മതി മണ്ണിന്റെ സംരക്ഷണത്തിന് നാം കൊടുക്കേണ്ട പ്രാധാന്യം എന്താണെന്നുള്ളത്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരെ കർഷകർ പറഞ്ഞിട്ടുള്ളത്, മണ്ണറിഞ്ഞ് വളം ചെയ്യണം. മണ്ണിനെ സംരക്ഷിച്ചാൽ മാത്രമേ, മണ്ണിനെ അറിഞ്ഞാൽ മാത്രമേ, മണ്ണിനെ പരിപാലിച്ചാൽ മാത്രമേ നമുക്കുള്ള അന്നം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പൊ ഈ മണ്ണെന്ന് പറയുന്ന ഈ ഒരു വസ്തുവിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? മണ്ണിന് ഒട്ടനവധി സ്വഭാവങ്ങളുണ്ട്. അതിന് നമ്മളൊന്ന് തരംതിരിച്ചെടുത്തു കഴിഞ്ഞാല് ഭൗതികമെന്നും ജൈവമെന്നും രാസമെന്നും എന്നൊക്കെ പറഞ്ഞ് വിവിധങ്ങളായിട്ടുള്ള തട്ടുകളിൽ ഇതിനെ നിർത്താൻ പറ്റും. ജൈവ സ്വഭാവം, രാസ സ്വഭാവം, അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള സ്വഭാവങ്ങൾ. നമുക്കൊരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മണ്ണിന്റെ കളറ് അല്ലെ, മണ്ണിന്റെ തരികളുടെ വ്യത്യാസം, തരി വലിപ്പം, ഇതൊക്കെ ആ മണ്ണിന്റെ ഭൗതികമായിട്ടുള്ള സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത്, നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ് അതിന്റെ ഭൗതികമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ. അതാണ് ഈ കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തരികളുടെ വ്യത്യാസം വലിപ്പം കൂടിയതുമുണ്ട്, വലിപ്പം കുറഞ്ഞതുമുണ്ട്. ഏറ്റവും തരി കുറഞ്ഞ അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞ മണ്ണാണ് ചെളി എന്ന് നമ്മൾ പറയും. അതിനു മുകളിൽ എക്കൽ, അതിനു മുകളിൽ മണല്. ഗ്രാവലും ചരലും നമുക്ക് കൃഷിക്ക് അത്ര അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ ഈ പറഞ്ഞ 3 വിഭാഗങ്ങളാണ് നമ്മുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈ പറഞ്ഞ 3ഉം തുല്യ അനുപാതത്തിൽ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ തുല്യ അനുപാതത്തിൽ ചേർത്ത് വരുന്ന മണ്ണിനെയാണ് നമ്മൾ എന്ന് പറയുക പശ്ചിമരാശിയുള്ള മണ്ണ് എന്ന് പറയുക. അപ്പൊ പശ്ചിമരാശിയുള്ള മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. അത് കരുതി ചെളിമണ്ണിൽ കൃഷി ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. ചെളിമണ്ണിൽ നമുക്ക് ചെയ്യാം. ചെളി കലർന്ന മണ്ണായത് കൊണ്ട് തന്നെ അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ആ മണ്ണിൽ പോഷക സമ്പത്ത് വളരെ കൂടുതലായിരിക്കും. അതേസമയം മണലില് അല്ലെങ്കിൽ എക്കലിലൊക്കെ കുറച്ചും കൂടി തരിവലിപ്പം ഉള്ളതായത് കൊണ്ട് അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം കുറവായിരിക്കും. അതോടൊപ്പം തന്നെ
വായു സാന്നിധ്യം വളരെ കൂടുതലുമായിരിക്കും. അപ്പൊ ഇവയെല്ലാം സമ്മിശ്രമായി വരുന്ന ഒരു മണ്ണാണ് പശ്മരാശി മണ്ണ്. അതാണ് ഏറ്റവും നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഭൗതികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് അതിന്റെ രാസ സ്വഭാവമാണ്. മണ്ണിലെ രാസ സ്വഭാവം. ഈ രാസ സ്വഭാവം എന്ന് പറയുമ്പോൾ പലവിധ ഘടകങ്ങൾ അവിടെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണിന്റെ pH എന്ന് പറയും. മണ്ണിന്റെ അമ്ല ക്ഷാര സൂചിക. അപ്പൊ ഈ മണ്ണിന്റെ pH വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ കൃഷിക്ക് ഏറ്റവും അല്ലെങ്കിൽ ആവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിന്റെ pH എന്നുള്ളത്. അമ്ലക്ഷാര സൂചിക. നമ്മൾ സാധാരണ കൃഷി ഇറക്കുമ്പോൾ ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. കുമ്മായമോ ഡോളോമൈറ്റോ അല്ലെങ്കിൽ പച്ചക്കക്കയോ ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധി എന്ന നിലയിലാണ് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനകത്തെല്ലാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഡോളോമൈറ്റിലാണെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മഗ്നീഷ്യത്തിന്റെ കൂടി സാന്നിധ്യമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാൽസ്യ സംയുക്തങ്ങൾ മണ്ണിലേക്ക് എത്തുന്നത് വഴി മണ്ണിൽ സസ്യങ്ങളെ സഹായിക്കുന്ന മൂലകങ്ങൾ എത്തിപ്പെടുകയാണ്. ഇതുവഴി മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കപ്പെടുന്നു. മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കുന്നതിന്റെ ഫലമായിട്ട് ആ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മൂലകങ്ങൾ സസ്യങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലത, മണ്ണിന്റെ pH, മണ്ണിന്റെ അമ്ലക്ഷാര സൂചികയെ സംബന്ധിച്ച് കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അമ്ലത അധികരിച്ച് നിൽക്കുന്ന ഒരു മണ്ണില് പൊതുവെ സസ്യപോഷകങ്ങൾ യഥാവിധി സസ്യങ്ങൾക്ക് കിട്ടാതെ വരുന്നുണ്ട്. ചില പോഷകങ്ങൾ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു പോകുന്നു. ചില പോഷകങ്ങൾ മണ്ണിൽ ഉറച്ചു പോകുന്നു. ചില മൂലകങ്ങൾ, സസ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില മൂലകങ്ങൾ മണ്ണിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ അത് സമീകൃത സിസ്റ്റമായിട്ട് മാറാതെ വരികയും സസ്യങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ അമ്ലത അധികരിച്ച് നിൽക്കുന്ന മണ്ണിൽ പൊതുവെ സസ്യങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള ചില ജീവജാലങ്ങളുടെ അമിതമായിട്ടുള്ള വളർച്ചയും കാണും. പ്രത്യേകിച്ച് കുമിൾ രോഗങ്ങൾക്ക് കാരണമാകുന്ന, ഫംഗസ് രോഗങ്ങൾക്ക് കാരണമാകുന്ന രോഗാണുക്കളായിട്ടുള്ള കുമിളുകളുടെ വളർച്ച ആ മണ്ണിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് വിളകൾക്ക് വേഗം നാശം സംഭവിക്കുകയും വിളപരിപാലനം ദുഷ്കരമാവുകയും ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കുന്നത് വഴി രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മ ജീവജാലങ്ങളുടെയും ഫംഗസുകളുടെയും ഒക്കെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. അതോടൊപ്പം തന്നെ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ശരിയായ രീതിയിൽ, അവയ്ക്ക് ആവശ്യമായ രീതിയിൽ അവ മണ്ണിൽ നിന്ന് വേഗത്തിൽ വലിച്ചെടുക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. മണ്ണിന്റെ ആരോഗ്യം, പ്രത്യേകിച്ചും മണ്ണിലെ സൂക്ഷ്മ അണുക്കളുടെ സാന്നിധ്യം മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇങ്ങനെ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതിലുപരി ഈ കാൽസ്യം മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കാൽസ്യം മണ്ണിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു അല്ലെ. ഈ കാൽസ്യത്തിന്റെ അഭാവം പലപ്പോഴും നാം പടച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അഗ്രമുകുളങ്ങൾ രൂപം കൊള്ളുന്നത് കുറയും. അതുപോലെ അഗ്രമുകുളങ്ങൾ ഇങ്ങനെ കൂമ്പായിട്ട് വിടരാതെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു മൂലകമാണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസ്യം നമ്മൾ അമ്ലത ക്രമീകരിക്കാനുള്ള ഉപാധിയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കൊടുക്കുന്നതിന്റെ ഫലമായി ഇത് മണ്ണിലെത്തുകയും സ്വാഭാവികമായും അത് സസ്യങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് എത്തുകയും ആ വളർച്ചാ മുരടിപ്പ് ഒഴിവാക്കി പുതിയ പുതിയ മുകുളങ്ങൾ രൂപം കൊള്ളാനും അവ വേഗം വിടർന്ന് വരുന്നതിനുമൊക്കെ ഏറെ സഹായിക്കുന്നു കാൽസ്യത്തിന്റെ സാന്നിധ്യം. അതിലുപരി മറ്റൊരു മേഖല എന്ന് പറയുന്നത് രോഗകാരികളായിട്ടുള്ളവയുടെ പ്രവർത്തനം തടയുന്നു, നിയന്ത്രിക്കുന്നു. സർവോപരി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, മണ്ണിലുള്ള പോഷകങ്ങൾ, മണ്ണിലേക്ക് അഴുകിച്ചേരുന്ന ജൈവ വസ്തുക്കളിലുള്ള പോഷകങ്ങൾ, കൊടുക്കുന്ന വളങ്ങളിലെ പോഷകങ്ങൾ, ഇതെല്ലാം സസ്യങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നു. മണ്ണിന്റെ അമ്ലത എന്ന് പറയുന്ന ഘടകം നമ്മൾ ക്രമീകരിക്കുന്നത് വഴി. അതൊരു കാരണവശാലും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാതെ നമ്മുടെ കൃഷി തുടങ്ങാൻ പാടില്ല. നമ്മുടെ കൃഷിയിടത്തിൽ മണ്ണിന്റെ നിലവാരം എന്താണ് എന്ന്, അമ്ലക്ഷാര സൂചിക എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മണ്ണിന്റെ രാസസ്വഭാവത്തിൽ വരുന്ന ഒന്ന്. മണ്ണിന്റെ രാസസ്വഭാവത്തിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് EC എന്ന് പറയും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ലവണാംശത്തിന്റെ തോത്. മണ്ണിൽ ലവണാംശത്തിന്റെ തോത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് സസ്യങ്ങളിലെ കോശ ദ്രവത്തെ പുറത്തേക്ക് ആകർഷിക്കുകയും ഇവ പുറത്തേക്ക് എത്തുകയും സ്വാഭാവികമായിട്ടും കോശങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും തടസ്സപ്പെടുകയും അത് സസ്യങ്ങളുടെ വളർച്ചയെ തന്നെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ മണ്ണിലെ ലവണാംശത്തിന്റെ തോതും വളരെ വലുതാണ്. സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ധാരാളമായിട്ട് രാസവളങ്ങൾ, അനിയന്ത്രിതമായിട്ട് രാസവളങ്ങൾ കൊടുക്കുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ECയും അതുപോലെ തന്നെ മണ്ണിലെ pHഉം ഒക്കെ അതിന്റെ രാസ സ്വഭാവത്തിൽ വരുന്ന വിഭാഗങ്ങളാണ്. അതോടൊപ്പം തന്നെ മണ്ണിലെ പോഷകങ്ങൾ, സസ്യങ്ങൾക്ക് ഏകദേശം ഒരു 17ഓളം മൂലകങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. 110 മൂലകങ്ങള് 118 മൂലകങ്ങൾ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് ഒരു 60ഓളം മൂലകങ്ങൾ സസ്യങ്ങളുടെ ശരീരഭാഗത്ത് ഉള്ളതായിട്ട് കണക്കാക്കുന്നു. ഇതിൽ 60ഒന്നും സസ്യങ്ങൾക്ക് വേണ്ട. അവരുടെ പ്രവർത്തനത്തിനായിട്ട് ഏകദേശം ഒരു 17ഓളം മൂലകങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്. ഈ 17ഓളം മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ വളപ്രയോഗം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ വളപ്രയോഗം എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ, കാര്യപ്രാപ്തിയോടെ അല്ലെങ്കിൽ കാര്യക്ഷമത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അമ്ലക്ഷാര സൂചികയെ ഒന്ന് ക്രമീകരിക്കേണ്ടതായിട്ട് വരും. pH ലെവല് 7 എന്നൊരു നമ്മുടെ pH സ്കെയിലിൽ 7 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രലാണ്. 7 മുതൽ 8, 9, 10 ആ ഭാഗത്തേക്ക് പോയാൽ അത് ആൽക്കലൈൻ സ്വഭാവം. അതേസമയം 7 താഴേക്ക് 6, 5, 4 അമ്ല സൂചിക എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു pH സ്കെയിൽ എന്ന് പറയുന്നത് 6നും 7നും ഇടയ്ക്കുള്ള pH സ്കെയിലാണ്. 6നും 7നും ഇടയ്ക്കുള്ള ഒരു ലെവലാണെങ്കിൽ അത് നമുക്ക് pHന്റെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കും ഏതാണ്ട് എല്ലാ മൂലകങ്ങളും ശരിയായ അളവിൽ സസ്യങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത്. ആ 6ൽ നിന്ന് 5ലേക്കും 5ൽ നിന്ന് 4ലേക്കും 4ൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 2ലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ച് മൂലകങ്ങളുടെ ലഭ്യത കുറയുന്നു. കുറയുകയും രോഗകാരികളായിട്ടുള്ള വർധനവ് ആ മണ്ണിൽ ഉണ്ടാകുകയും ചെയ്യും സ്വാഭാവികം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ണിന്റെ pH എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ മൂലകങ്ങൾ. ഈ മൂലകങ്ങൾ സസ്യങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് വളരാനായിട്ട് സാധിക്കൂ. വിവിധമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞു 17ഓളം മൂലകങ്ങൾ ഉണ്ടെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് NPK. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കൂടാതെ സെക്കൻഡറി ആയിട്ടുള്ള എലമെന്റ്സ് ആണ് കാൽസ്യം ഉള്ള എലമെന്റ്സ്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നതാണ് ബോറോൺ പോലുള്ള മൂലകങ്ങൾ. ഇങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നതാണ് 17ഓളം മൂലകങ്ങൾ. ഇതാണ് സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ മൂലകങ്ങൾ സസ്യങ്ങൾക്ക് കിട്ടുന്ന വേണ്ടിയാണ് വളം ചെയ്തു കൊടുക്കുന്നത്.
ഓർത്തിരിക്കുക, മണ്ണിന്റെ ഭൗതികം, അത് കഴിഞ്ഞാൽ മണ്ണിന്റെ ജൈവ സ്വഭാവം. ഈ 3 വിഭാഗമായി തിരിച്ചതിൽ മൂന്നാമത്തേതാണ് മണ്ണിന്റെ ജൈവ സ്വഭാവം എന്ന് പറയുന്നത്. ഈ മണ്ണിന്റെ ജൈവ സ്വഭാവം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ജീവനായിട്ടുള്ള വിഭാഗം തന്നെയാണ്. മണ്ണിന്റെ ജൈവാംശം, മണ്ണിൽ എത്രമാത്രം ജൈവാംശമുണ്ട്, ഇതിന്റെ ഒരു അളവുകോലാണ്. യഥാർത്ഥത്തിൽ ജൈവ വസ്തുക്കളെല്ലാം മണ്ണിലേക്ക് ഇങ്ങനെ വീണ് അഴുകി 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 അവ ഏത് വസ്തുവാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് അത് മണ്ണിൽ അഴുകി ചേർന്നതിന് ശേഷം പിന്നീട് അഴുകാൻ പറ്റാത്ത രീതിയിലുള്ള വസ്തുക്കൾ ആ മണ്ണിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണിന്റെ ഹ്യൂമസ് അഥവാ ക്ലേദം എന്ന് പറയുന്നത്. ഇത് മണ്ണിന്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് സോയിലിൽ കാണുന്ന ഒരു റിങ്ങാണ്. ഇതിനകത്താണ് യഥാർത്ഥത്തിൽ മണ്ണിലെ ജീവജാലങ്ങളുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അപ്പൊ ഈ മണ്ണിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ഹ്യൂമസിനകത്താണ് മണ്ണിലെ ജൈവ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ മണ്ണിൽ ഇങ്ങനെ വീണ് അഴുകിച്ചേരുന്ന നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലെയും മറ്റും ഒക്കെയുള്ള ജൈവ വസ്തുക്കൾ ഇങ്ങനെ അഴുകി 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 അവിടെ ചേരുന്നു. ഇങ്ങനെ അഴുകിച്ചേരുന്ന ഈ ടോപ്പ് സോയിലിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു 10 സെന്റിമീറ്റർ കനത്തിൽ വരുന്ന ആ ഭാഗത്തെല്ലാം തന്നെ ധാരാളം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ബയോമാസിന്റെ പകുതിയും അടങ്ങിയിരിക്കുന്നത്, കൈയടക്കി വെച്ചിരിക്കുന്നത് ബാക്ടീരിയയാണ്. സൂക്ഷ്മ അണു എന്ന് നമ്മൾ പറയും. ഈ ബാക്ടീരിയ സാധാരണഗതിയിൽ സസ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സസ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏറെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ബാക്ടീരിയകൾ അമ്ല സ്വഭാവം അധികരിച്ച് നിൽക്കുന്ന മണ്ണിൽ പൊതുവെ കാണില്ല, അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം താരതമ്യേന കുറവായിരിക്കും. അതേസമയം രോഗകാരികളായിട്ടുള്ള ഫംഗസുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അസിഡിക് സോയിൽ ആണ്. അതിൽ തന്നെ രോഗകാരികളായിട്ടുള്ള ഫംഗസുകളുടെ സാന്നിധ്യം വളരെ കൂടുതലായി. നമുക്കറിയാം, നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ വിൽറ്റ് ഉണ്ടാവാറുണ്ട്. വാട്ടർ രോഗം എന്ന് പറയും അല്ലെ. വഴുതന, മുളക്, തക്കാളി ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ മൂപ്പത്താതെ, ശരിക്കും പറഞ്ഞാൽ ഒരു 40-45 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ചെറിയ കായ്കളൊക്കെ ആയിപ്പോൾ അപ്പൊ മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ പൊഴിഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ വാടിപ്പോവുകയൊക്കെ ചെയ്യും. വേഗം വാടിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. രാവിലെ നല്ല ഹാപ്പിയായി നിൽക്കുന്ന ഒരു ചെടി വൈകുന്നേരം ആകുമ്പോൾ ഇലയെല്ലാം താന്ന് വാടി നിൽക്കുന്നത് കാണാറുണ്ട്. നമ്മൾ ഒരുപക്ഷെ വെള്ളത്തിന്റെ കുറവാണോ എന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും ചിലപ്പോൾ അത് ആയി വരണമെന്നില്ല. അപ്പൊ അങ്ങനെ ബാക്ടീരിയൽ വിൽറ്റ് എന്ന് പറയുന്ന ഒരു രോഗം അതിന് കാരണമാകുന്നു. അപ്പം അങ്ങനെയുള്ള രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ കൂടുതലും വളരുന്നത് അമ്ല സ്വഭാവമുള്ള മണ്ണിലാണ്, അമ്ലത അധികരിച്ച് നിൽക്കുന്ന മണ്ണിലാണ്. അപ്പൊ രോഗകാരികളുടെ ഒരു സാന്നിധ്യമാകും, രോഗകാരികളുടെ ഒരു ഹബ്ബായിട്ട് ഈ അസിഡിറ്റി ഹൈ ആയി നിൽക്കുന്ന സമയത്ത് വരും. അത് സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, കൂടുതൽ ഫംഗസുകളും ഇത്തരം മണ്ണിൽ, അസിഡിറ്റി ഉള്ള മണ്ണിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇനി പറഞ്ഞു വന്നത് ബയോമാസിന്റെ പകുതിയും കൈയടക്കിയിരിക്കുന്നത് ബാക്ടീരിയ ആണെന്ന് പറയും. അത് കഴിഞ്ഞാൽ ആക്ടിനോമൈസൈറ്റ് എന്ന് പറയും. മണ്ണിന്റെ ഗന്ധം കൊടുക്കുന്നത് ആക്ടിനോമൈസൈറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് മണ്ണിലെ ജീവജാലങ്ങളെ പറ്റിയാണ്. മണ്ണിനെ മണ്ണാക്കി മാറ്റുന്ന, മണ്ണിന്റെ ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന, മണ്ണിനെ ജീവനുള്ളതാക്കി മാറ്റുന്ന, മണ്ണിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്ന, മണ്ണിനെ വിഭവസമ്പത്തായ ഒരു മണ്ണാക്കി മാറ്റുന്ന ജീവജാലങ്ങളാണ്. ഈ ജീവജാലങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാക്ടീരിയ, രണ്ടാമത്തത് വരുന്നത് ആക്ടിനോമൈസൈറ്റ്. ഇത് കഴിഞ്ഞാൽ ഫംഗസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പ്രോട്ടോസോവ വരുന്നുണ്ട്, ആൽഗ വരുന്നുണ്ട്, അതുപോലെ തന്നെ നിമറ്റോഡുകൾ വരുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ ആ മണ്ണിൽ കാണപ്പെടുന്നുണ്ട്. സസ്യങ്ങൾക്ക് ഈ ബാക്ടീരിയ, പ്രത്യേകിച്ചും സസ്യങ്ങളെ സഹായിക്കുന്ന നല്ല മിത്ര ബാക്ടീരിയകളുണ്ട്.
ഇതൊക്കെ നമ്മുടെ ഈ മണ്ണിലുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ജീവാണു വളങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ. മണ്ണിന്റെ പരിപാലനം പഠിക്കുമ്പം ഇവയെല്ലാം ആ മണ്ണിൽ തന്നെ ഉള്ളതാണ്. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും വിളകളുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട്, വിളകളുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഇത്തരം ജീവാണുക്കൾ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മണ്ണിൽ സസ്യങ്ങളെ സഹായിക്കുന്ന ചില ബാക്ടീരിയ, ഇത്തര ജീവാണുക്കളാണ്. അങ്ങനെയുള്ള ബാക്ടീരിയകളെ പൊതുവായി അറിയുന്നത് ബയോഫെർട്ടിലൈസർ എന്നാണ്. ജീവാണുവളങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അസോസ്പൈറിലം, അസറ്റോബാക്ടർ, റൈസോബിയം, ഫോസ്ഫോബാക്ടീരിയ, ബയോപൊട്ടാഷ്, മൈക്കോറൈസ, സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, ബാസിലസ് സബ്റ്റിലസ്, ഇങ്ങനെ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള ബാക്ടീരിയയും ഫംഗസും ഫംഗസാണ്. ഇതെല്ലാം വളങ്ങളുടെ രൂപത്തിലും രോഗങ്ങളെ പ്രതിരോധിക്കാനും വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാനും ഹോർമോൺ ഉൽപാദനത്തിനുമൊക്കെ സഹായിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മിത്ര സൂക്ഷ്മാണുക്കള് ഫംഗസൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ മണ്ണിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേക പാനീയങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കും, വിദേശകവിയോ അതുപോലെ തന്നെ ജീവാമൃതമൊക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ജീവാണുക്കളുടെ സാന്നിധ്യമുണ്ട്. ഇതെല്ലാം മണ്ണിലേക്ക് ചെന്ന് മണ്ണിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഈ ജീവാണുക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഓക്സിജൻ സൈക്കിൾ, മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടുന്ന പ്രാണവായു ഓക്സിജൻ, ഈ ഓക്സിജനെ അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ മിത്ര ജീവാണുക്കളാണ്. മണ്ണിലെ വിവിധങ്ങളായിട്ടുള്ള മിത്ര ജീവാണുക്കളാണ്. ഈ ബാക്ടീരിയയാണ് യഥാർത്ഥത്തിൽ ഓക്സിജൻ സൈക്കിളിനെ നിലനിർത്തിക്കൊണ്ടുപോകണം. നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് വീണ്ടും വീണ്ടും അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ ബാക്ടീരിയകളൊക്കെയാണ്. അപ്പൊ അവർ ചെയ്യുന്ന ജോലി വളരെ വലുതാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും ശക്തമായ പ്രവർത്തനമാണ് നമ്മുടെ വിഷയത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ ബാക്ടീരിയകള് മണ്ണിൽ കിടന്ന് പെരുകി പെരുകി അവ പലതരത്തിലുള്ള സ്രവങ്ങളും മണ്ണിലേക്ക് കൊടുത്ത് അങ്ങനെ നമ്മുടെ വിളകൾക്കും മണ്ണിലുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾക്കും ഇവ സഹായിക്കുന്നുണ്ട്. ഇവയുടെ സ്രവങ്ങൾ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണമാണ്. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള സഹായ സഹകരണ സഹവർത്തിത്വം ഒക്കെ മണ്ണിൽ നടത്തി ആണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇങ്ങനെയുള്ള ഒരു മണ്ണില് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ചിന്ത മതി. വേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ വേസ്റ്റ് എന്നും പറഞ്ഞ് വലിച്ചെറിയുന്നത് യഥാർത്ഥത്തിൽ വേസ്റ്റ് അല്ല. അത് ഈ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ജൈവ വസ്തുക്കളാണ്. ആ ജൈവ വസ്തുക്കൾ മണ്ണിലേക്ക് അഴുകി ചേർന്ന് കഴിയുമ്പോൾ മണ്ണിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും. നമ്മൾ അങ്ങനെ വലിച്ചെറിയുന്ന, നമ്മൾ വേസ്റ്റ് എന്നും പറഞ്ഞ് മാലിന്യം എന്നും പറഞ്ഞ് മാറ്റിയിടുന്ന ജൈവ വസ്തുക്കൾ യഥാർത്ഥത്തിൽ മണ്ണിലേക്ക് യഥാർത്ഥത്തിൽ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ജീവാണുക്കളാണ്. ഈ ജീവാണുക്കളാണ് അവയുടെ മണ്ണിലേക്ക് കൊടുക്കുന്നത്. ഈ ജീവാണുക്കൾ ഒരു ദിവസം പണി മുടക്കി കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുമെന്നുള്ളത്. അപ്പൊ അത്രയും വലിയ ഉത്തരവാദിത്തമാണ് ആ ജീവാണുക്കൾ മണ്ണിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മണ്ണിനെ പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി തന്നെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. കാര്യം ഈ ജീവാണുക്കൾ മണ്ണിലെ ജീവനാകുന്ന വിവിധങ്ങളായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസ്, നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ഈ ജീവാണുക്കളെല്ലാം തന്നെ നമ്മുടെ മണ്ണിനെ, നമ്മുടെ കൃഷിയിടത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമിതമായ രാസവസ്തുക്കളുടെ ക്രമവിരുദ്ധമായിട്ടുള്ള ഉപയോഗത്തിലൂടെ ആ മണ്ണിന്റെ ആരോഗ്യവും മണ്ണിന്റെ ജീവനും മണ്ണിന്റെ ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മണ്ണിന് കുരുപ്പ കുത്തിത്തരും. മണ്ണിനെ ഇങ്ങനെ താഴെ ഇങ്ങനെ ചെടി പോലത്തെ ഒരു കറുത്ത ഒരു മണ്ണ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ മേലിട്ട് തരും അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും. മണ്ണിലയുടെ സാന്നിധ്യം സ്വാഭാവികമായിട്ട് നമുക്കത് കാണാൻ പറ്റും. കുരുപ്പ എന്ന് പറയും. കാര്യം മണ്ണിനെ ചവച്ചു തുപ്പുന്ന ഒന്നാണ്. അത് യഥാർത്ഥത്തിൽ നല്ലൊരു പോഷകമാണ്.
ആവശ്യമായ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അത് നല്ല വളമായിട്ട് ഉപയോഗിക്കുന്നു. അതൊരു ഹോർമോൺ കൂടിയാണ്. അത് വഴി മണ്ണിരയുടെ വയറ്റിൽ നിന്ന് അത് ചവച്ചു തുപ്പി വെളിയിലേക്ക് തരുന്ന അത് നല്ലൊരു ഹോർമോൺ കൂടിയാണ്. സസ്യങ്ങളുടെ വളർച്ചയേറെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ മണ്ണിരയുടെ സാന്നിധ്യം നമ്മുടെ കൃഷിയിടത്തിൽ ഉറപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മണ്ണിര ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുരുപ്പ് കുത്തി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ മണ്ണിൽ ജൈവാംശം ഉണ്ട് എന്നതിന്റെ ഒരു നല്ല തെളിവാണ് ഈ കുരുപ്പ കുത്തി വരുന്നത്. അപ്പൊ ആ കുരുപ്പ് കുത്തി വരുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകൊണ്ട് ചെറിയൊരു ദ്വാരം കാണും അല്ലെ. ഈ ദ്വാരം വഴിയാണ് വെള്ളവും വായുവും ഒക്കെ ആ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ മണ്ണിന്റെ ഓരോ ലെയറിലുമുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവാണുക്കളുടെ പ്രവർത്തനത്തെ, അതുപോലെ തന്നെ വേരുകളുടെ പ്രവർത്തനത്തെ ഒക്കെ ഏറെ സഹായിക്കുന്നു. വേരുകൾക്ക് വായുവുമായിട്ടുള്ള സമ്പർക്കമൊക്കെ കൊണ്ടുവരാനായിട്ട് ഏറെ സഹായിക്കുന്നു മണ്ണിര. അപ്പൊ ജൈവസമ്പത്തുള്ള ഒരു മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ് മണ്ണിരയുടെ സാന്നിധ്യവും കുരുപ്പയും ഒക്കെ. ഓർത്തിരിക്കുക, അത്രയും വലിയ ജൈവാംശമുള്ള ഒരു മണ്ണിനെയാണ് നമ്മൾ നശിപ്പിച്ച് മാറ്റുന്നത്. അവിടെയാണ് നമ്മൾ കളനാശിനികൾ അടിക്കുന്നത്, കീടനാശിനികളും മറ്റു അമിതമായ രാസവസ്തുക്കളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ്, 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇത് മണ്ണിനെ പറ്റി പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മണ്ണിന്റെ രാസ സ്വഭാവവും അതോടൊപ്പം തന്നെ മണ്ണിന്റെ ജൈവ സ്വഭാവമാണ്. ഈ ജൈവ സ്വഭാവത്തെയും രാസ സ്വഭാവത്തെയും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ കൃഷിയിടത്തിന്റെ ഒരു നിലനിൽപ്പ്. ഇനി നമ്മുടെ മണ്ണിനെ ഏറ്റവും സമ്പന്നമാക്കാനായിട്ട്, മണ്ണിന്റെ ആരോഗ്യം പൂർണ്ണമായി നിലനിർത്തി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ഏറെ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ജൈവ വളങ്ങൾ. മണ്ണിൽ വിവിധങ്ങളായിട്ടുള്ള ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ജൈവ വളങ്ങൾ മണ്ണിൽ കുറച്ച് മൂലകങ്ങളെ പ്രദാനം ചെയ്യും, പക്ഷെ അവിടെ കാർബൺ സോഴ്സ്, മണ്ണിലെ കാർബണിന്റെ അളവ് വളരെ വർദ്ധിപ്പിച്ചു തരുന്നു. ചില വളങ്ങൾ സസ്യങ്ങൾക്ക് കുറെ കൂടി മൂലകങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്, എന്നാൽ അവയ്ക്ക് എല്ലാ തരത്തിലുള്ള മൂലകങ്ങളും പ്രദാനം ചെയ്യാനുള്ള അത്രയും ശേഷിയും ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ചാണകം നമ്മൾ കൃഷിയിടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. പക്ഷെ മണ്ണിന്റെ ഘടന, ആരോഗ്യം ഇവ മെച്ചപ്പെടുത്താൻ ചാണകത്തോളം മറ്റൊരു വളം ഇല്ല. അതേസമയം നമ്മൾ പിണ്ണാക്ക് വളങ്ങളാണ് കൊടുക്കുന്നത് എങ്കിൽ അവ വേഗം മണ്ണിൽ അലിഞ്ഞു ചേരും, വേഗം പോഷകങ്ങൾ കിട്ടുന്നു. കോഴിവളം, എല്ലുപൊടി ഇങ്ങനെയുള്ള വളങ്ങളിൽ കൂടുതലായിട്ട് പോഷകം അടങ്ങിയിട്ടുണ്ട്, എന്നാൽ എല്ലാ പോഷകങ്ങളും പൂർണ്ണമായും അടങ്ങിയിട്ടുമില്ല. ഇത് മണ്ണിന്റെ ഒരു പരിധി വരെ മണ്ണിലെ പോഷക കമ്മി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതേസമയം ചാണകം പോലുള്ള, കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ നമ്മൾ അമിതമായി കൊടുത്താൽ മതി, കൂടുതലായി കൊടുത്താൽ മാത്രമേ ആ മണ്ണിലേക്ക് കൂടുതൽ പോഷകങ്ങൾ എത്തിച്ചേരുള്ളൂ. പക്ഷെ ഈ ജൈവവസ്തുക്കളെല്ലാം മണ്ണിലേക്ക് അമിതമായി കൂടുതലായി എത്തിക്കഴിയുമ്പോൾ ആ മണ്ണിന്റെ ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കുന്നു. ജൈവ വളങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ വേണം, പച്ചില വളങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ വേണം. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ലറികൾ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കൃഷിയിടത്തിൽ കൊടുക്കുന്നു. ഇപ്പൊ ജീവാമൃതം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലെ. ജീവാമൃതം മണ്ണി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മണ്ണിന്റെ ഘടന, മണ്ണിന്റെ ആരോഗ്യം, മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ഇവ മെച്ചപ്പെടുത്താൻ വേണ്ടി, മണ്ണിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പഞ്ചഗവ്യമായാലും ജീവാമൃതമായാലും നമ്മൾ കൊടുക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ വിളയുടെ ആരോഗ്യം സുനിശ്ചിതമാണ് എന്നുള്ളത്. ആ ആരോഗ്യം ഉള്ള ഒരു വിളയ്ക്ക് ഏറ്റവും മികച്ച ആരോഗ്യമുള്ള ഉൽപ്പന്നത്തെ നമുക്ക് തരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഉൽപ്പന്നം കഴിക്കുന്ന നമ്മളും ആരോഗ്യവാന്മാരായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പൊ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനാണ് ഇതുപോലെയുള്ള ഉത്തേജകങ്ങളായിട്ടുള്ള പാനീയങ്ങൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ചാണകം പോലുള്ള
വസ്തുക്കൾ കൊടുക്കുന്നത്. ഈ ചാണകം അഥവാ കാലിവളം നമ്മുടെ കൃഷിയിടത്തിൽ കൊടുക്കുന്നത് സ്ഥായിയായി മണ്ണിന്റെ ജൈവാംശം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഏറെ സഹായിക്കുന്നു. പതുക്കെ മണ്ണിൽ ലയിച്ചു ചേരുന്നത്. ഇങ്ങനെ പതുക്കെ ലയിച്ചു സ്ഥിരമായി മണ്ണിന്റെ ജൈവ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിണ്ണാക്കുളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുത്താൽ നമുക്ക് വേഗം മണ്ണിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ്. സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. മറിച്ച് ചാണകം പോലുള്ള പറ്റില വളങ്ങൾ പോലുള്ള കമ്പോസ്റ്റ് വളങ്ങളൊക്കെ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ മണ്ണിന്റെ ജൈവാംശം സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മണ്ണിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ സാധാരണ മണ്ണിലെ രോഗാണുവിന്റെ കളകളുടെ സാന്നിധ്യം, അവയുടെ വിത്തുകളുടെ സാന്നിധ്യം ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കരുത്തോടു കൂടി നമ്മുടെ വിളകൾ വളരുന്നതിന് വേണ്ടി സോയിൽ സോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മൾ മണ്ണിൽ ചെയ്യാറുണ്ട്, അല്ലെ? മണ്ണിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ഘടകമാണത്. സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്ന് പറയും. ഈ സോയിൽ സോളറൈസേഷൻ സാധാരണഗതിയിൽ നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. നല്ല ചൂടുള്ള അന്തരീക്ഷം, അങ്ങനെയുള്ള സമയത്താണ് ഈ സോയിൽ സോളറൈസേഷൻ ചെയ്യാൻ പറ്റുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ ചെയ്യുന്നവരാകാൻ, ചട്ടിയിൽ ചാക്കിൽ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സോയിൽ സോളറൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ കൃഷിയിടത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള രോഗകാരികളുടെ സാന്നിധ്യം കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കും എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ചട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും ഒക്കെയുള്ള മണ്ണാണെങ്കിൽ പോട്ടിംഗ് മിശ്രിതം എന്ന് നമ്മൾ പറയും, പോട്ടിംഗ് മിശ്രിതം എന്ന് പറയും, അല്ലെ? പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഗ്രോയിങ് മീഡിയം, മണ്ണ്, മണല്, ചാണകപ്പൊടി. മണലില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ചകിരിച്ചോറാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 ഭാഗം മേൽമണ്ണ്, 1 ഭാഗം ചാണകപ്പൊടി, 1 ഭാഗം ചകിരിച്ചോർ. ഇങ്ങനെ ഇവ 3ഉം ചേർന്നതാണ് പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നത്. 1 ഭാഗം ചാണകപ്പൊടി, 1 ഭാഗം ചകിരിച്ചോർ, ഇവ 3ഉം ചേർന്ന മിശ്രിതം പോട്ടിംഗ് മിശ്രിതം നമ്മൾ പറയുന്നു. ഈ പോട്ടിംഗ് മിശ്രിതമാണ് വിളകൾക്ക് വളരാനുള്ള ഗ്രോയിങ് മീഡിയമായിട്ട് മാറുന്നത്. ഈ ഗ്രോയിങ് മീഡിയം ഒരു സീസൺ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സീസൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് അഴുക്കത്തെ കട്ടയെല്ലാം കുടച്ച് നേരെ ഒന്ന് നിരപ്പാക്കിയിടുക. ഇടാതെ നിരപ്പാക്കിയിട്ട് അതിന് മുകളിൽ വെള്ളം അതുപോലെ നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം 100-150 kg പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് അതിന്റെ മുകൾഭാഗം ഒന്ന് നല്ലതുപോലെ മറച്ച് അതിന്റെ സൈഡെല്ലാം മണ്ണിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1 മാസത്തോളം നമ്മൾ അങ്ങനെ മൂടിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെമ്പറേച്ചർ ഹൈ ആകും. സ്വാഭാവികമായിട്ടും അതിനകത്തെ രോഗകാരികളായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിച്ചു, കളകളുടെ പോലും വളർച്ചയെ അത് നിയന്ത്രിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു പോട്ടിംഗ് മിശ്രിതമാക്കി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗ്രോയിങ് മീഡിയമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്ന് പറയുന്ന ഈ പ്രക്രിയ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓർത്തിരിക്കുക, ഒരിക്കലും കൂന കൂട്ടി ചെയ്യരുത്. അത് നേരെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഷീറ്റ്, പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മറച്ച് 4 വശവും ലോക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ ചെയ്യണം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സോയിൽ സോളറൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ. അതോടൊപ്പം തന്നെ മണ്ണിന്റെ പരിപാലനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് മണ്ണെടുത്ത് പരിശോധിക്കുക എന്നുള്ളത്.
ഇപ്പൊ നമ്മള് കൃഷിയിടത്തിൽ നമ്മുടെ മണ്ണ് എങ്ങനെയുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിന്റെ പൊതുവായ സാഹചര്യം എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മണ്ണെടുത്ത് പരിശോധിക്കാത്ത നിർവാഹമില്ല. അപ്പൊ ആ മണ്ണ് പരിശോധിക്കുന്നതിന്റെ രീതിശാസ്ത്രം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അപ്പൊ മണ്ണിനെ പറ്റി പറയുമ്പം അതും കൂടെ പറയാതെ പോകുന്നത് ശരിയുമല്ല. അതുകൊണ്ട് മണ്ണിന്റെ സാമ്പിളിംഗ്, മണ്ണ് എങ്ങനെയാണ് നമ്മുടെ കൃഷിയിടത്തിൽ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്നുള്ളത്. മണ്ണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം മണ്ണ് എടുക്കാൻ എന്നുള്ളതാണ്. കാര്യം ഭയവും ഭക്തിയും അതിലേറെ ബഹുമാനവും വേണം. കാര്യം ഇത് അന്നദാതാവാണല്ലോ മണ്ണെന്ന് പറയുന്നത്. അപ്പൊ ആ മണ്ണിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണമെന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള ഈ മണ്ണ് നമ്മുടെ കൃഷിയിടത്തിന്റെ മൊത്തം നേർരേഖയായിട്ട് വരണം, അല്ലെങ്കിൽ നേർചിത്രമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണ് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം. അവിടുത്തെ എന്താണ് കുഴപ്പം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മണ്ണൊന്നെടുത്ത് പരിശോധിക്കാം. അതെങ്ങനെയാണ് മണ്ണ് പരിശോധന നടത്തുന്നത്? സാധാരണഗതിയിൽ 5 ഏക്കർ വരെയുള്ള കൃഷിയിടത്തെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കുന്നു. 5 ഏക്കർ വരെയുള്ള കൃഷിയിടത്തെ ഒരു യൂണിറ്റ് ആയി കണക്കാക്കി അവിടെ നിന്ന് 10 15 മൈക്രോ സാമ്പിളുകൾ എടുത്താണ് നമ്മൾ ഈ മണ്ണ് പരിശോധനയ്ക്ക് സാമ്പിൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാമ്പിൾ എടുക്കുന്നത്.